وأصحابه ومن تبعهم بإحسان إلى يوم القيامة أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തിന്റെ മാതൃകകളെ കുറിച്ചാണ് നാം ഈ മാസത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ സകല മേഖലകളിലും അനുകരിക്കാൻ സാധിക്കുന്ന മാതൃകകൾ അല്ലാഹു തആല പ്രവാചകനിലൂടെ നാം ഓരോരുത്തർക്കും നൽകി. അതിൽ ഒരു മനുഷ്യന്റെ ഇഹപര വിജയത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്, ഒരു മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗഹൃദങ്ങൾ എന്നുള്ളത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നല്ല സുഹൃത്തായിരുന്നു എന്നുള്ളത് ഒരാൾക്കും തർക്കമില്ലാത്ത വിഷയമാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെക്കുറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധമായ ദീൻ ഇന്ന് നമ്മളിലേക്ക് എത്തി നിൽക്കാൻ കാരണമാകുന്ന രീതിയിൽ അല്ലാഹു തആല മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് തെരഞ്ഞെടുത്ത് നിശ്ചയിച്ച രണ്ട് പ്രധാനപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഈ ദീനിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ദീൻ ഇങ്ങനെ വളർന്നതും ഇങ്ങനെ വികസിച്ചതും പ്രചരിച്ചതും ഒക്കെ ഇല്ലാ ബിസ്സുഹ്ബ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തരവാദിത്വം തങ്ങളെപ്പോലെ തങ്ങളുടെ പകരക്കാരനായി നിന്ന് തങ്ങളുടെ അഭാവത്തിലും ഏറ്റെടുക്കാൻ അല്ലാഹു തആല തങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ചില ആത്മസുഹൃത്തുക്കളെ കൊണ്ടുകൂടിയാണ് ഈ ദീൻ ഇന്ന് നമ്മളിലേക്ക് ഇങ്ങനെ എത്തിയത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സാമൂഹിക ജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ വിധി നിർണയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അവന്റെ ജീവിതത്തിലെ സുഹൃത്തുക്കളായിരിക്കും. അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ ഗുണങ്ങൾ, അവന്റെ സ്വഭാവങ്ങൾ, അവന്റെ വിജയ പരാജയങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കണമെങ്കിൽ നിങ്ങൾ ഫൽയൻദുർ അഹദുകും മൻ യുഖാലിലു, നിങ്ങൾ അവന്റെ സുഹൃത്തുക്കളിലേക്ക് നോക്കുക. കാരണം ഒരു മനുഷ്യൻ ആരോടാണ് സൗഹൃദം വെക്കുന്നത് അതിനനുസരിച്ച് അവന്റെ ജീവിതം അവനെ പോലെ അവൻ അറിയാതെ ആയി തീരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, യൗമ യഅ്മുൽ ളാലിമു അലാ യദൈ, നാളെ പരലോകത്ത് ഭൗതിക ജീവിതത്തിൽ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അള്ളാഹുവിനെ മറന്ന്, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ മറന്ന്, എങ്ങനെങ്കിലുമൊക്കെ സൗഹൃദങ്ങളുടെ വലയങ്ങളിൽപ്പെട്ട് ജീവിതത്തിന്റെ ലക്ഷ്യബോധവും മൂല്യങ്ങളും മറന്ന് അഴിഞ്ഞാടി ജീവിച്ച മനുഷ്യർ നാളെ ആഖിറത്തിലേക്ക് കൊണ്ടുവരും. യൗമ യഅ്മുൽ ളാലിമു അലാ യദൈ, ആഖിറത്തിലേക്ക് വരുമ്പോൾ അവൻ നഷ്ടപ്പെടുത്തിയ അവന്റെ ജീവിതത്തിന്റെ സമയങ്ങളെ കുറിച്ച് ഓർത്ത് അവൻ അവന്റെ വിരല് കടിക്കും. യഖൂലു യാ വൈലത അലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, അവിടെ വെച്ച് അവൻ ഖേദിക്കും, അല്ലാഹുവേ എന്റെ നാശം, ഞാൻ ഭൂമിയിൽ ഇന്ന വ്യക്തികളെ എന്റെ സുഹൃത്തുക്കളാക്കാതിരുന്നെങ്കിൽ എനിക്കിവിടെ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നല്ലോ എന്ന് നാളെ പരലോകത്ത് ചില സുഹൃത്തുക്കളെ ഓർത്ത് ഖേദിക്കുന്ന മനുഷ്യരെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്. അല്ലഹില്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വ് ഇല്ലൽ മുത്തഖൂൻ, ഇന്ന് ഭൂമിയിലെ സുഹൃത്തുക്കൾ അധികവും നാളെ പരലോകത്ത് ശത്രുക്കളായി മാറും. എന്റെ ജീവിതം നശിപ്പിച്ചതും തകർത്തതും നീയുമായിട്ടുള്ള സൗഹൃദമാണ് എന്ന് പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലുന്ന ശത്രുക്കളായി അള്ളാഹുവിന്റെ മഹ്ശറയിലേക്ക് സുഹൃത്തുക്കളിൽ അധിക ആളുകളെയും കൊണ്ടുവരപ്പെടുമെന്ന് ഖുർആൻ പറയുന്നു. ഇല്ലൽ മുത്തഖൂൻ, ജീവിതത്തിൽ നന്മകളുണ്ടായിരുന്ന, തന്റെ ജീവിതവും തന്റെ വ്യക്തിത്വവും തന്റെ സ്വഭാവവും തന്റെ സംസ്കാരവും ഒക്കെ നന്നാക്കിയ,
സൗഹൃദങ്ങൾ ഒഴികെയുള്ള സൗഹൃദങ്ങളൊക്കെ നാളെ പരലോകത്ത് ശത്രുക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ പരാജയത്തിനും നാശത്തിനും കാരണം അവരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൗഹൃദം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ അദ്ദേഹം കൊണ്ടുവരുന്നു. എന്താണ് സൗഹൃദം? ദീനിൽ എന്താണ് അതിന്റെ സ്ഥാനം? ആരായിരിക്കണം സുഹൃത്താകേണ്ടത്? സുഹൃത്തുക്കളോടുള്ള കടമകൾ എന്തൊക്കെയാണ്? സുഹൃത്തുക്കളെ കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആരെ സുഹൃത്താക്കാൻ പാടില്ല? ആരെ സുഹൃത്താക്കിയാൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും? ആരെ സുഹൃത്താക്കിയാൽ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് വിശദീകരിക്കുന്ന ഒരു വലിയ അധ്യായം അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു, അൽ ഉഖുവതു മിൻ അഅ്ളമി നിഅമില്ലാഹി ലിൽ ഇൻസാൻ. അല്ലാഹു തആല ഭൂമിയിൽ മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നല്ല സൗഹൃദം എന്നുള്ളത്. എന്നിട്ട് മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ല പറയുകയാണ്, ആർക്കെങ്കിലും അല്ലാഹു തആല നല്ല സൗഹൃദം തന്നു കഴിഞ്ഞാൽ വമിൻ അഅ്ളമിൽ ഖുർബി വത്തഅതി ഇലല്ലാഹ്, ഭൂമിയിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കലും നല്ല സൗഹൃദങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കലും നല്ല സുഹൃത്തുക്കളോടൊപ്പം ഭൂമിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. നമ്മൾ ചെയ്യുന്ന നമസ്കാരം ഖുർബത്താണ്, താഅത്താണ്, ഇബാദത്താണ്. നമ്മൾ ചെയ്യുന്ന ഹജ്ജും ഉംറയും ദിക്റും ഒക്കെ ഖുർബത്തും താഅത്തുമാണ്. ഇമാം ഗസാലി പറയുകയാണ്, ഒരു മനുഷ്യൻ നല്ല സൗഹൃദം ഉണ്ടാക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കലും നല്ല സുഹൃത്തുക്കളെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കലും നമസ്കാരവും ദിക്റും നോമ്പും ഹജ്ജും സകാത്തും ഉംറയും ഒക്കെ പോലെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അള്ളാഹുവിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വയസ്തശ്ഹീദു, അദ്ദേഹം അതിന് സാക്ഷിയായി തെളിവായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ കൊണ്ടുവരുന്നു. മനഹബ്ബ ലില്ലാഹ് വഅഅഫ ലില്ലാഹ് വമനഅ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആരെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തി നല്ല ഉദ്ദേശത്തോടു കൂടി സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുകയും ഇവനുമായിട്ടുള്ള സൗഹൃദം എന്റെ ജീവിതം അപകടത്തിലാക്കുമെന്ന് ചിന്തിച്ച് സൗഹൃദങ്ങൾ ഒഴിവാക്കുകയും ആരെങ്കിലും ചെയ്താൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അത് അവന്റെ ഈമാനിന്റെ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, വമിൻ ഹുഖൂഖിൽ ഈമാൻ, ഒരു മനുഷ്യന്റെ ഈമാനിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് അവന്റെ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക, നല്ലവരുമായി സഹകരിക്കുക എന്നുള്ളത്. എന്നിട്ട് വിശദമായിട്ട് അദ്ദേഹം പറയുകയാണ്, അസ്സദീഖുസ് സാലിഹ്, ഒരു മനുഷ്യന് ജീവിതത്തിൽ ലഭിക്കുന്ന നല്ല സുഹൃത്തുക്കൾ കൽ അർവാഹി ബൽ കൽ അഅ്ളാഇ ബൽ കൽ അംവാലി ബൽ കൽ അഹ്ലി ബൽ കൻ നഫ്സി. ഒരു മനുഷ്യന് ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ ലഭിക്കുന്നത് അത് അവന്റെ സ്വന്തം ശരീരം പോലെയാണ്, അവന്റെ സമ്പത്ത് പോലെയാണ്, അവന്റെ കുടുംബം പോലെയാണ്, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ പോലെയാണ് എന്നല്ല, അവന്റെ ആത്മാവ് അവന് ലഭിക്കുന്നത് പോലെയാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ നല്ല സൗഹൃദം ലഭിക്കുന്നത്. ഫഇൻ ഫഖദഹു, ആർക്കെങ്കിലും ജീവിതത്തിൽ നല്ല സൗഹൃദം നഷ്ടപ്പെട്ടു പോയാൽ, ലഭിച്ചില്ലെങ്കിൽ ഇത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയവനെ പോലെയാണ് അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ അധ്യായം തുടങ്ങുന്നു. അതിൽ പരസ്പരമുള്ള കടമകൾ പറയുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചും ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, മുസ്ലിമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈമാനികമായി ഇസ്ലാമികമായി സൗഹൃദത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയിലേക്ക് നോക്കിയാൽ എത്രയോ പ്രാവശ്യം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആത്മാർത്ഥമായ രണ്ട് സുഹൃത്തുക്കളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഹാകദാ യദ്ഖുലു സലാസതുനൽ ജന്ന, ഹാകദാ യദ്ഖുലു സലാസതുനൽ ജന്ന, ഞങ്ങൾ മൂന്നുപേരും ഇപ്രകാരം ഈ ഭൂമിയിൽ എങ്ങനെ സുഹൃത്തുക്കളായി കഴിഞ്ഞോ അതുപോലെ ഞങ്ങൾ മൂന്നുപേരും ഒരേപോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നാളെ പ്രവേശിക്കും എന്ന് ഉറപ്പ് പറയാൻ പാകത്തിന് പരസ്പരം നല്ല ഗുണങ്ങൾ കൈമാറുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളുടെ ഒന്നാമത്തെ സുഹൃത്തായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും രണ്ടാമത്തെ സുഹൃത്തായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയുമാണ്. ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ
അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ സുഹൃത്താക്കി കഴിഞ്ഞാൽ അവൻ അറിയാതെ തന്നെ അവന്റെ ജീവിതത്തിലേക്ക് ആ സുഹൃത്തിന്റെ സ്വഭാവങ്ങൾ, ആ സുഹൃത്തിന്റെ സംസ്കാരം, അവന്റെ ആശയങ്ങൾ, അവന്റെ ജീവിത രീതികൾ അവൻ അറിയാതെ തന്നെ അവന്റെ ജീവിതത്തിലേക്ക് പ്രതിഫലിക്കും. സഹാബാക്കൾ പറയുന്നുണ്ട്, പിശാച് മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനേക്കാൾ അതിവേഗത്തിൽ മനുഷ്യന്റെ കൈപിടിച്ച് നരകത്തിലേക്കും മനുഷ്യന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്കും അതിവേഗത്തിൽ എത്തിക്കുന്ന ഒരു കാരണം അവന്റെ നല്ല സുഹൃത്തുക്കളായിരിക്കും. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്ന ആളുകൾക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു. നിന്റെ സുഹൃത്തുക്കൾ നിന്റെ ഡ്രൈവറാണ്. നീ സൂക്ഷിക്കണം ആരെയാണ് സുഹൃത്താക്കുന്നതെന്നും അവൻ എങ്ങോട്ടാണ് നിന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്, നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ, വിജയത്തിലേക്കാണോ പരാജയത്തിലേക്കാണോ, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് നീ എപ്പോഴും സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ നിന്റെ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കാവൂ എന്ന് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്ന ആളുകൾക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തങ്ങളുടെ ചെറുപ്പം മുതൽ, ചെറിയ പ്രായം മുതലുള്ള തങ്ങളുടെ സുഹൃത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്ര വലിയ സൗഹൃദമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിക്കുകയും തങ്ങളുടെ ഏറ്റവും നല്ല സഹായിയായി, തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ താങ്ങായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പുരുഷായുസ് മുഴുവൻ ജീവിച്ചു തീർത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദീസിൽ കാണാം, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കും അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്കും പോയി പരസ്പരം സംസാരിച്ചിരുന്ന സുഹൃത്തുക്കളായിരുന്നു. ലം യുഫർരിഖ് അബൂബക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഹളരി വസ്സഫരി വഫിൽ ഹർബ്. യുദ്ധത്തിലാണെങ്കിലും യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും തന്റെ കൂട്ടുകാരനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇരിക്കാത്ത, തങ്ങളെ പിരിഞ്ഞ ഒരു ദിവസം പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഹദീസ് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, ഹദീസിൽ കാണാം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാർ പറയുന്നു, തങ്ങളുടെ മകള് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ ഒന്നെങ്കിൽ എന്റെ ഉപ്പ രാവിലെയോ വൈകുന്നേരമോ നബിതങ്ങളുടെ വീട്ടിലേക്കും അല്ലെങ്കിൽ തിരിച്ചു ഞങ്ങളുടെ വീട്ടിലേക്കും വരുമായിരുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട ദിനം, ഏറ്റവും കഠിനമായ ഹിജ്റയുടെ അവസ്ഥ, മക്കയിൽ ജീവിക്കാൻ യാതൊരു വഴിയുമില്ലാത്ത സാഹചര്യം, അല്ലാഹു തആല മദീനയിലേക്ക് ഓരോരുത്തരോടായി ഹിജ്റ പോകാൻ വേണ്ടി പറയുന്നു. ആ സമയത്തും അബൂബക്കർ പോകാതെ നിന്നു. അബൂബക്കറിന് അനുവാദമുണ്ടായിരുന്നു മക്കയിൽ സ്വന്തം ജീവനും സ്വത്തിനും ഭീഷണിയായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ. പക്ഷേ എന്റെ ജീവൻ രക്ഷിക്കാൻ അള്ളാഹു എനിക്ക് തന്ന കേവല അനുവാദം ഉപയോഗിച്ചുകൊണ്ട് മദീനയിലേക്ക് അബൂബക്കർ രക്ഷപ്പെടുകയില്ല. എന്റെ സുഹൃത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മക്കയിൽ തങ്ങളുടെ ജീവന് ഭീഷണിയായി ഇവിടെ തന്നെ താമസിക്കുന്നിടത്തോളം കാലം എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ഹിജ്റയുടെ യാത്ര വൈകിച്ചു. ഒരു ദിവസം ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഉച്ച സമയത്ത് കയറി വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂബക്കറെ, അള്ളാഹു എന്നോടും യാത്ര പോകാൻ അനുവാദം തന്നു. യാത്ര എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. മക്കയിലെ മുഴുവൻ ഗോത്രങ്ങളിലെയും മല്ലന്മാരും ശക്തരുമായ ആളുകൾ മക്കയുടെ അതിർത്തികളിൽ മുഴുവൻ റോന്ത് ചുറ്റുകയാണ് ആയുധവുമായി. ജീവനോടെ മുഹമ്മദ് റസൂലുള്ളാഹിയെ കണ്ടാൽ തലയറുത്ത് കൊണ്ടുപോയി 100 ചുവന്ന ഒട്ടകമെന്ന ഇനാം വാങ്ങിക്കുന്നതിന് വേണ്ടി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും ചോദിച്ചില്ല. ഒറ്റ ചോദ്യം, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്. നബിയെ, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്യുന്നതിൽ ഏറ്റവും അപകടകരമായ തങ്ങളുടെ ഹിജ്റയുടെ യാത്രയിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ എന്നെ കൂടി തങ്ങൾ കൊണ്ടുപോകുമോ? അബൂബക്കർ ചിന്തിച്ചില്ല. താൻ ചോദിക്കുന്നത് ആത്മഹത്യാപരമായ ഒരു തീരുമാനത്തെ കുറിച്ചാണ് അനുവാദം ചോദിക്കുന്നതെന്ന് ചിന്തിക്കാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് സുഹ്ബത്തിനെ ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കർ, നീയും എന്റെ കൂടെ വരിക. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ പറയുന്നു, എന്റെ വാപ്പ കരയുന്നത് കണ്ടു. ഞങ്ങൾക്ക് അന്നാണ് മനസ്സിലായത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം അധികമായി കഴിഞ്ഞാൽ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമെന്ന്. ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ യാത്രയിലും തന്റെ കൂട്ടുകാരൻ തന്നെയും കൂടെ കൂട്ടി എന്ന് മനസ്സിലായപ്പോ അബൂബക്കറിന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷ ആധിക്യത്തിന്റെ പേരിൽ കണ്ണുനീരുണ്ടാകുമെന്ന്. അതിനും ആഴ്ചകൾക്ക് മുമ്പേ 2 ഒട്ടകങ്ങളെ തയ്യാറാക്കി നിർത്തിയിരുന്നു ഹിജ്റയുടെ യാത്ര പോകാൻ. ആ യാത്രയെ കുറിച്ച് ഖുർആൻ വിശദമായി പറഞ്ഞു, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്.
സഹാബാക്കളെ, നിങ്ങൾ ഇന്ന് അധികാരമുള്ളവരും മുസ്ലിമീങ്ങളും വലിയ ശക്തരുമൊക്കെ ആയിരിക്കും, പക്ഷെ ഒരധികാരവും ഒരു ശക്തിയും നേരെ ചൊവ്വെ കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാതെ പേടിച്ചരണ്ട് മക്കയിൽ ജീവിച്ച സമയത്ത് ആരുമില്ലായിരുന്നു എന്റെ റസൂലിനെ സഹായിക്കാൻ. അന്ന് അല്ലാഹു തആല അവന്റെ റസൂലിനെ സഹായിക്കുന്നതിന് വേണ്ടി ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹുൽ ലദീന കഫറൂ താനിയ ഇത്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. ആ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അബൂബക്കറിനെ ഒരു നല്ല സുഹൃത്തിനെ പോലെ താങ്ങും തണലുമായി ജീവിതത്തിലേക്ക് കൊടുത്തത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ആ യാത്രയെക്കുറിച്ച് സഹാബാക്കളോട് പറയുന്നു. ആ യാത്രയിൽ നബിതങ്ങളുടെ മുമ്പിലും പിന്നിലും പിറകിലും രണ്ട് വശങ്ങളിലുമായി മാറി മാറി അബൂബക്കർ റളിയല്ലാഹു അൻഹു നടക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കർ നിനക്കെന്ത് പറ്റി? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ സുഹൃത്തായ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു സുഹൃത്ത് എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ എന്റെ പരാജയമാണ്. തങ്ങളോടൊപ്പം നടക്കുമ്പോ തങ്ങളുടെ മുൻപിലൂടെ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നെന്ന തോന്നലിന്റെ പേരിലാണ് ഞാൻ മുമ്പിലേക്ക് കയറുന്നത്. തങ്ങളുടെ ഇരുവശങ്ങളിലൂടെ വരുമെന്ന് തോന്നുമ്പോൾ ഇരുവശങ്ങളിലേക്ക് മാറുന്നു, പിന്നിലൂടെ വരുമെന്ന് തോന്നുമ്പോൾ ഞാൻ തങ്ങളുടെ പിന്നിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരിക്കൽ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മക്കയിൽ കഅബയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വന്ന നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലെ ശത്രുക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി സംഘം ചേർന്നു എന്ന വാർത്ത അബൂബക്കർ അറിയുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ സുഹൃത്ത് ആക്രമിക്കപ്പെടും, വലിയ ഒരു സംഘം തന്നെ ആക്രമിക്കാനുണ്ട്, തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തടുക്കാൻ സാധിക്കുകയില്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടും തന്റെ സുഹൃത്തിനെ ഏതെങ്കിലും ഒരു കൂട്ടത്തിന് ആക്രമിക്കാൻ പിച്ച് ചീന്താൻ ഇട്ടുകൊടുക്കുകയില്ല എന്ന് നിശ്ചയിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരെ പോയി ചാടി വീഴുന്നു. അതിലേക്ക് നബിതങ്ങളുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നു. ആ മർദ്ദനങ്ങൾ മുഴുവൻ തന്റെ സുഹൃത്തിന് വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി. ഹദീസിൽ കാണാം, അദ്ദേഹത്തെ അടികൊണ്ട് ബോധം പോയി, ശരീരം വികൃതമായി, നീരുകൊണ്ട് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോവുകയാണ്. എടുത്തുകൊണ്ട് പോകുന്നവർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുടിയിൽ ആഞ്ഞു പിടിച്ചാൽ മുടി ഞങ്ങളുടെ കയ്യിലേക്ക് പറഞ്ഞു വരും, അത്ര മർദ്ദനം കൊണ്ടു. ബോധം പോയി. ആളുകളൊക്കെ കൂടി അബൂബക്കർ ഇനി ഒരിക്കലും കണ്ണു തുറക്കുകയില്ല, മരിച്ചു പോകുമെന്ന് വിചാരിച്ച് ബന്ധുക്കളൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് കുറെ നേരങ്ങൾക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബോധം വന്ന് കണ്ണു തുറന്നപ്പോ ആദ്യം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ സുരക്ഷിതനല്ലേ? എവിടെയാണ് എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആളുകൾ പറഞ്ഞു, അയാളെ കൊണ്ടാണ് ഈ നാശം മുഴുവൻ ഉണ്ടായത്. വീണ്ടും ഈ കണ്ണ് തുറന്നിട്ടും അയാളെ കുറിച്ച് ചോദിക്കുന്നോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, എനിക്ക് കാണണം, വാശി പിടിച്ചു, എന്നെ കൊണ്ടുപോകണം. അവര് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മരണത്തിന്റെ കിടക്കയിൽ കിടക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ സുരക്ഷിതനാണെന്ന് ഉറപ്പുവരുത്താതെ അബൂബക്കറിന്റെ വായിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിക്കുകയില്ല എന്ന് വാശി പിടിച്ചപ്പോ ആ കിടക്കയിൽ നിന്ന് ബന്ധുക്കൾ എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്ന ദാറുൽ അർഖമിലേക്ക് കൊണ്ടുപോയി നബി തങ്ങളുടെ മുമ്പിൽ കിടത്തി തങ്ങളെ ജീവനോടെ കാണിച്ചിട്ടാണ് അബൂബക്കറിന്റെ വാശി അടങ്ങിയതും അബൂബക്കർ റളിയല്ലാഹു അൻഹു വെള്ളം കുടിച്ചതും എന്ന് ചരിത്രത്തിൽ കാണാം. ഇത്തരത്തിലുള്ള സുഹൃത്തായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജീവിതത്തിന്റെ നല്ല കാലത്ത് നബിതങ്ങളുടെ ശത്രുവായി, നബിതങ്ങളെ വധിക്കാൻ, നബിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. പക്ഷേ തന്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ച് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സുഹൃത്തായി മാറിയതോടുകൂടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും വലിയ നേതാവും ജേതാവുമായി മാറിയ ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എന്തിന് നല്ല സൗഹൃദം തിരഞ്ഞെടുക്കണം? നമ്മൾ അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളുടെ പ്രവൃത്തികൾ സ്വാധീനിക്കും. ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കണ്ണാടിയാണ്. മറ്റൊരു പതിപ്പാണ് 1990കളിൽ ന്യൂറോ സയൻസ് കണ്ടെത്തിയ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറിലെ ഒരു സെല്ലുണ്ട്, മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ന്യൂറോൺ, മനുഷ്യന്റെ ചിന്ത മുതൽ ആ ചിന്തയ്ക്കനുസരിച്ചുള്ള സംസാരത്തിനും പ്രവൃത്തിക്കും ഒക്കെ കാരണമാകുന്ന ന്യൂറോൺസുകൾ മറ്റുള്ള വ്യക്തികളുടെ പ്രവൃത്തികൾ, അവന്റെ സുഹൃത്തുക്കളുടെ പ്രവൃത്തികളും അവന്റെ സുഹൃത്തുക്കളുടെ സംസാരങ്ങളും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് മിറർ ന്യൂറോൺസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളുടെ തലച്ചോറിന്റെ ഉള്ളിലെ സംവിധാനത്തിന്റെ പേരാണ് മിറർ ന്യൂറോൺസ്. അത് പറയുന്നത് സബ് കോൺഷ്യസ് ആയി നമ്മളുടെ തലച്ചോറ് നമ്മളുടെ സുഹൃത്തുക്കളെ ഇമിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹിൽ ഖംർ
അല്ലാഹു തആല ഹറാമാക്കിയ കള്ളു കുടിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവര് കള്ളു കുടിക്കാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്ത് നിങ്ങൾ മദ്യപിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ മദ്യം ഒഴിക്കുന്ന മേശയുടെ അടുത്തിരുന്ന് പോലും നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശരീരം അതിനെ ഇമിറ്റേറ്റ് ചെയ്യും. ഇന്ന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ന്യൂറോ സയൻസിൽ ഒരു വിഭാഗമുണ്ട്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിറർ ന്യൂറോൺസുകൾ നമ്മൾ സ്ഥിരം സഹവസിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്ന് കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സ്വഭാവങ്ങൾ, സംസാരങ്ങളും ജീവിത രീതികളും ഒക്കെ നമ്മളുടെ തലച്ചോറ് സ്വാഭാവികമായി ഇമിറ്റേറ്റ് ചെയ്യുകയും ആ ഇമിറ്റേഷൻ ഒരു പരിധി കഴിയുമ്പോൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും. അഥവാ നമ്മളുടെ തലച്ചോറിന്റെ ഡിഫോൾട്ട് മോഡായി ഇമിറ്റേറ്റ് ചെയ്ത ഈ സ്വഭാവങ്ങൾ മാറും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിനെ പിൻപറ്റണമെന്ന് ആഗ്രഹിച്ചില്ലെങ്കിലും തന്നെ നമ്മളുടെ ശരീരം നമ്മളുടെ സുഹൃത്തിന്റെ മോശമായ ജീവിത രീതികൾ ഇമിറ്റേറ്റ് ചെയ്യാനും അതുപോലെ ആയിത്തീരാനും പാകപ്പെടുമെന്നാണ് ഇന്ന് ന്യൂറോ സയൻസ് പറയുന്നത്. ഇതുപോലെ തന്നെ നല്ല സ്വഭാവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെയും ഇമിറ്റേറ്റ് ചെയ്യാനും അതിലൂടെ നമ്മളുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി സംഭവിച്ച് നമ്മളുടെ ശരീരത്തിന്റെ ഡിഫോൾട്ട് മോഡായി നല്ല ഗുണങ്ങൾ ജീവിതത്തിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങൾ നോക്ക്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദ്യപാനിയായി ജീവിച്ചിരുന്ന മനുഷ്യൻ, ഒരു വസ്തുവിനോട് പോലും കരുണയില്ലാതെ ജീവിച്ചിരുന്ന മനുഷ്യൻ, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്, മുഹമ്മദ് നബിയുടെ സുഹൃത്താകുന്നതിന് മുമ്പ് ഖത്താബ് എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ആടുകളെ മേയ്ക്കുന്നതിന് വേണ്ടി ഉമറിനെ അയക്കുമായിരുന്നു. പക്ഷെ ഉമർ തിരിച്ച് വൈകുന്നേരം മരുഭൂമിയിൽ ആടിനെ മേയിച്ചിട്ട് തിരിച്ചു വരുമ്പോ കൊണ്ടുപോയ അത്രയും ആടുകളില്ല, 2-3 ആടുകളെ കളഞ്ഞിട്ടായിരുന്നു വരുന്നത്. അത്ര പോലും ഉത്തരവാദിത്വ ബോധമില്ലാത്തതിന്റെ പേരിൽ വാപ്പയായ ഖത്താബ് തല്ലിയിരുന്ന സാക്ഷാൽ ഉമർ 50 ആടിനെ മേയ്ക്കാൻ ശക്തിയും ത്രാണിയും കഴിവും യോഗ്യതയും ഇല്ലായിരുന്ന മഹാനായ ഉമറാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി, ഏറ്റവും മാതൃകാപരമായ ഭരണാധികാരിയായി മാറിയത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന നല്ല സുഹൃത്തിന്റെ സൗഹൃദത്തിലൂടെ കിട്ടിയ ജീവിതത്തിന്റെ നല്ല ഗുണമായിരുന്നു. ഒന്നിനോടും കരുണയില്ലാതിരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു എന്ന് കേട്ടപ്പോ ധീരനായ, നെഞ്ചു പിടയ്ക്കാത്ത ഉമർ, കണ്ണ് നനയാത്ത ഉമർ കുട്ടിയെ പോലെ ഇരുന്ന് കരഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ എന്ന സുഹൃത്തിന്റെ സൗഹൃദത്തിലൂടെ തന്റെ ജീവിതത്തിലേക്ക് കിട്ടിയ നല്ല ഗുണത്തിന്റെ പാഠമായിരുന്നു. യൂഫ്രട്ടീസിന്റെ തീരത്ത് ഇറാഖിൽ ഒരു ആടിൻകുട്ടി റോഡിന്റെ കുഴിയിൽ വീണ് ചത്തു എന്നറിഞ്ഞപ്പോ അതിന്റെ പേരിലും നാളെ ഉമറിനെ അള്ളാഹു പിടിച്ചു നിർത്തും, ഉമറിന്റെ അധികാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ് മദീന പള്ളിയിൽ ഇരുന്ന് കരയാൻ ഉമറിനെ പ്രാപ്തനാക്കിയത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിലുള്ള സൗഹൃദത്തിൽ നിന്ന് കിട്ടിയ നല്ല ഗുണങ്ങളായിരുന്നു. സാധുവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഒന്നിനോടും അരുതെന്ന് പറയാൻ ധൈര്യമില്ലാതിരുന്ന പഞ്ചപാപമായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെയും പാടില്ല. നമ്മുടെ ജീവിതത്തിൽ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് തന്നെ പറയണം. നിരസിക്കേണ്ടതിനെ ധൈര്യപൂർവ്വം നിരസിക്കാൻ കൂടി പഠിച്ചാലേ ഒരു മനുഷ്യന്റെ ജീവിതം സമ്പൂർണ്ണമാകൂ. അതിന് പോലും പറ്റാതിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ രോഗിയായിട്ട് കിടക്കുമ്പോൾ ഇമാമായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നിർത്താൻ പറയുന്നു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമായിട്ട് നിർത്തിയാൽ അദ്ദേഹം ലോല ഹൃദയനാണ്. പരിശുദ്ധ ഖുർആൻ ഓതിയാൽ അദ്ദേഹം കരഞ്ഞു പോകും. ഇമാമായിട്ട് നിന്ന് ഓതി കരയുമ്പോൾ മഅ്മൂമുകൾക്ക് ഖുർആനിന്റെ ആയത്തുകൾ കരച്ചിലിന്റെ പേരിൽ കേൾക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മനസ്സിന് കട്ടിയുള്ള ആരെയെങ്കിലും നിർത്തണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അത്ര ലോല ഹൃദയനായിരുന്ന, ഒന്നിനോടും അരുതെന്ന് പറയാൻ ധൈര്യമില്ലാതിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സൗഹൃദത്തിലൂടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ധൈര്യത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തിൽ നിന്ന് വഫാത്താകുന്ന രംഗം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു ദിവസം സുബഹിക്ക് ശേഷം ഉള്ള സമയത്ത് നബി തങ്ങൾ വഫാത്താകുന്നു. അന്ന് സുബഹിക്ക് പള്ളിയിൽ ഇമാമ നിന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. രാവിലെ നമസ്കാരം കഴിഞ്ഞ് ജോലിക്ക് മദീനയുടെ വെളിയിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയപ്പോഴാണ് നബി തങ്ങൾ വഫാത്താകുന്നത്. മദീന മുഴുവൻ കരയാൻ തുടങ്ങി. ഭ്രാന്തായതുപോലെ സഹാബാക്കൾക്ക് സങ്കടത്തിന്റെ പേരിൽ, സങ്കടത്തിന്റെ ഭാരത്തിന്റെ പേരിൽ ചിലർ മിണ്ടുന്നില്ല, ചിലർക്ക് നിൽക്കാൻ ഇരിക്കാൻ സാധിക്കുന്നില്ല. ചില സഹാബാക്കൾ ഏങ്ങലടിച്ച് കരയുന്നു, തേങ്ങി കരയുന്നു. സഹാബാക്കൾ പറയുകയാണ്. ആ സമയത്താണ് മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ല പറഞ്ഞതുപോലെ ഒരു നല്ല സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെ പകരക്കാരനാകും. ഒരു നല്ല സുഹൃത്ത് ആ സുഹൃത്തിന്റെ കുടുംബത്തിന്റെ പകരക്കാരനാകും. നല്ല സുഹൃത്ത് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുമ്പോൾ ആ സുഹൃത്തിന്റെ മക്കളുടെ പിതാവിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ഒരു നല്ല സുഹൃത്തിനെ കൊണ്ട് സാധിക്കുമെന്ന് ഇമാം ഗസാലി റഹിമഹുല്ല പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഏറ്റവും ലോലഹൃദയനായ സഹാബി എന്ന് ആളുകൾ വിശേഷിപ്പിച്ചിരുന്ന അബൂബക്കർ, ലം യബ്കി അബൂബക്കർ,
കമാ ബക്കൽ മുസ്ലിമൂൻ, ആളുകൾ മുഴുവൻ പൊട്ടിക്കരയുമ്പോൾ അബൂബക്കർ കരഞ്ഞില്ല. വലാകിൻ അസ്ബത ഖൽബഹു, അബൂബക്കർ ഹൃദയത്തെ അടക്കി നിർത്തി. താൻ ഇന്നു മുതൽ തന്റെ സുഹൃത്തിന്റെ പകരക്കാരനാകണം. തന്റെ വികാരങ്ങൾക്ക് സ്ഥാനമില്ല. യുക്തി കൊണ്ട് ചിന്തിക്കാൻ പഠിക്കണം. തന്റെ കോഗ്നിറ്റീവ് ബ്രെയിൻ കൊണ്ട് ചിന്തിക്കണം. ഇന്നെന്റെ വികാരത്തിന് അടിമപ്പെട്ട് ഞാനും വൈകാരികമായി കരഞ്ഞ സങ്കടത്തിൽ നിന്നാൽ എന്റെ സുഹൃത്ത് ഇവിടെ ബാക്കിയാക്കി പോയ ഈ ആശയങ്ങൾ, ഈ സംവിധാനങ്ങൾ തകർന്നു പോകും. ഞാനൊരു നല്ല സുഹൃത്തിന്റെ പകരക്കാരനായി മാറണമെന്ന് നിശ്ചയിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ മയ്യത്ത് വെച്ചിരിക്കുന്ന, ജനാസ വെച്ചിരിക്കുന്ന വീട്ടിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നിന്ന് ആ മുഖംമൂടി റിദാഇനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നീക്കുന്നു. ഫനവറ ഇലാ വജ്ഹിഹി, തന്റെ ജീവിതത്തിന്റെ താങ്ങും തണലുമായിരുന്ന, ഒരു ദിവസം പോലും രാവിലെയും വൈകുന്നേരവും സംസാരിക്കാതിരിക്കാൻ സാധിക്കാതിരുന്ന, തന്റെ ജീവിതത്തിന്റെ എല്ലാമായിരുന്ന ഏറ്റവും നല്ല സുഹൃത്തിന്റെ മയ്യത്താണ് തന്റെ മുമ്പിൽ കിടക്കുന്നത് എന്ന് അബൂബക്കറിന് മനസ്സിലായി. ഫനളറ ഇലൈഹി വഖബ്ബലഹു, തന്റെ ജീവിതത്തിന്റെ സുഗന്ധവും വസന്തവും സകലതുമായിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുഖത്ത് ഒരു നല്ല കൂട്ടുകാരന്റെ, ഒരു ആത്മസുഹൃത്തിന്റെ അവസാനത്തെ ചുംബനം കൊടുത്തിട്ട് ധൈര്യത്തോടുകൂടി എല്ലാവരും തകർന്നു നിൽക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നിന്ന്, ആ സൗഹൃദത്തിൽ നിന്ന് ഊർജം കൊണ്ട നല്ല ധൈര്യവുമായി അബൂബക്കർ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരോടും പറഞ്ഞു, മൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത് വമൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ലോകത്തെല്ലാവരും മരിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്? നിങ്ങൾ സങ്കടത്തിന്റെ പേരിൽ വൈകാരികമായി അള്ളാഹുവിന്റെ റസൂൽ നമ്മളുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്ന മൂല്യങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് നിങ്ങളുടെ വൈകാരിക പ്രകടനങ്ങൾ ഈ മരണത്തിന്റെ പേരിൽ നടത്താനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, നിങ്ങൾ ആരാധിച്ചിരുന്നത് മുഹമ്മദ് നബിയാണെങ്കിൽ ഇതാ മുഹമ്മദ് നബി മരിച്ചു കിടക്കുന്നു. അതല്ല, മുഹമ്മദ് നബിയുടെയും റബ്ബായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിച്ചതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, ആ അല്ലാഹു തആല ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുകയാണ്. ആ അല്ലാഹു നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വൈകാരികതകളെ അടക്കി പിടിച്ചുകൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്ന് ഒരു സുഹൃത്തിന്റെ നല്ല പകരക്കാരനായി, അതുവരെ ധൈര്യമില്ലാതിരുന്ന, ധൈര്യമുള്ള ആളുകളൊക്കെ വൈകാരികമായി ചോർന്നു പോകുന്ന സന്ദർഭത്തിൽ ധൈര്യവാനായി അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നല്ല സുഹൃത്തുക്കൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ ഇല്ല എങ്കിൽ അവന്റെ ജീവിതം അവൻ അറിയാതെ തന്നെ അപകടത്തിലേക്ക് പോകുമെന്ന് സഹാബാക്കളിൽ മിക്ക സഹാബാക്കളുടെയും അഭിപ്രായം, ഉദ്ധരണികൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യൻ അപൂർണനാണ്. എപ്പോഴും മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ അപൂർണമാണ്. അപൂർണനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അവന് താങ്ങായി തണലായിട്ട് നിൽക്കുന്നത് അവന്റെ നല്ല സുഹൃത്തുക്കളായിരിക്കും. ജീവിതത്തിൽ പതറിപ്പോകുന്ന സമയത്ത്, സങ്കടപ്പെട്ടു പോകുന്ന സമയത്ത്, ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത്, ഇനി എനിക്ക് കരകയറാൻ സാധിക്കുകയില്ല, ഇനി എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന സമയത്ത്, പോട്ടെ സാരമില്ല, നീ സങ്കടപ്പെടണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, നിന്നെ ഞാൻ സഹായിക്കാം, നിന്നെ ഞാൻ സംരക്ഷിക്കാം, ഞാൻ നിന്റെ സുഹൃത്താണ്, ഞാൻ ഉള്ളപ്പോ നിന്നെ അപകടത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്ന് തോളിൽ കൈവച്ച് പറയാൻ നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ, ഈമാനികമായി പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ അല്ലാഹു തആല തന്ന മഹാ അനുഗ്രഹമാണ്. അങ്ങനെ ഒരു സുഹൃത്തിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ ഏറ്റവും പതറി നിൽക്കുന്ന സമയം, ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഏറ്റവും പതറി നിൽക്കുന്ന സമയം, അല്ലാഹുവിന്റെ റസൂലെ നമ്മളുടെ കാര്യം തീർന്നു, ഇനി നമുക്ക് രക്ഷയില്ല എന്ന് സാക്ഷാൽ അബൂബക്കർ പറയുമ്പോൾ അബൂബക്കറിന്റെ തോളിൽ കൈവച്ച് ഇദ് യഖൂലു ലിസാഹിബിഹി, തന്റെ കൂട്ടുകാരനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ, ലാ തഹ്സൻ, നീ സങ്കടപ്പെടണ്ട, നീ നിരാശപ്പെടണ്ട, നീ സമാധാനിക്ക്, ഇന്നല്ലാഹ മഅനാ, നിന്റെ കൂടെ നല്ല സുഹൃത്തായ ഞാനുണ്ട്, നമ്മളുടെ രണ്ടുപേരുടെയും കൂടെ അല്ലാഹു ഉണ്ട്. മാ ലന്നുക യാ അബൂബക്കർ ബില്ലദീനി അല്ലാഹു സാലിഹുഹുമാ, അബൂബക്കറെ നീ എന്ത് വിചാരിച്ചു? അല്ലാഹു മൂന്നാമനായുള്ള നല്ല സുഹൃത്തുക്കളായ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോ നിന്നെ ഏതെങ്കിലും അപകടത്തിന് ഞാൻ വിട്ടുകൊടുക്കുമോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച അബൂബക്കറിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തിന്റെ പേര് ഖുർആൻ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന വലിയ വലിയ ആശയങ്ങൾ, വലിയ വലിയ നേട്ടങ്ങൾ, സംവിധാനങ്ങൾ, ഇതൊക്കെ സൗഹൃദത്തിന്റെ പേരിൽ ഉണ്ടായതാണ്.
ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ ഗതി ഇങ്ങനെ നിശ്ചയിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കമ്മ്യൂണിസത്തിന്റെ വളർച്ചയാണ്. ലോകത്ത് മുതലാളിത്തം 19-ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരികയും മുതലാളിത്തം തൊഴിലാളികളെ സർവ്വനിലയ്ക്കും ചൂഷണം ചെയ്തിരുന്ന ഒരു കാലം, എല്ലുമുറുകെ പണിയെടുത്താലും പട്ടിണി മാറ്റാൻ പോലുമുള്ള കൂലി ലഭിക്കാതിരുന്ന സകലമാന ചൂഷണങ്ങൾക്കും ഇന്നത്തെ ആധുനിക മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത ചൂഷണങ്ങളിലൂടെ തൊഴിലാളികളെ കടത്തിവിട്ടിരുന്ന മുതലാളിത്തത്തിനെതിരെ കമ്മ്യൂണിസം ഉയർന്നു വന്നു. കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും കൂടി ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും എഴുതുന്നതിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയം ലോകത്തേക്ക് വന്നത്. 1917 റഷ്യയിൽ ബോൾഷെവിക് വിപ്ലവം നടന്ന് ലെനിൻ അധികാരത്തിൽ വരുന്നതോടുകൂടി ലോകത്ത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും ലോകത്ത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യവും നിലവിൽ വരുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിവേഗതയിൽ ഈ ആശയം പിന്നീട് ഏറ്റെടുക്കുകയും ലോകത്ത് ചൂഷണം ചെയ്യപ്പെടുന്ന തൊഴിലാളികളൊക്കെ അവരുടെ ചൂഷണത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഈ ആശയത്തെ ഉപയോഗിക്കുന്നു. സത്യത്തിൽ ഇങ്ങനൊരു ആശയം ലോകത്ത് ഉണ്ടാകുമായിരുന്നില്ല 1840 ജർമ്മനിയിൽ വെച്ച് 2 വ്യക്തികൾ കണ്ടുമുട്ടി ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായില്ലായിരുന്നെങ്കിൽ. കാറൽ മാർക്സ് ദരിദ്രനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം വരെ തന്റെ ജീവിത ചെലവ്, തന്റെ കുടുംബം നോക്കാനുള്ള സമ്പത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്റെ സഹപ്രവർത്തകരായ, തന്റെ കൂടപ്പറപ്പുകളായ തൊഴിലാളികൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ പൊരുതണമെന്ന തീ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്താണ് മുതലാളിത്തത്തിന്റെ ആളായ ഏംഗൽസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഫ്രെഡറിക് ഏംഗൽസ് സീനിയർ, ഏംഗൽസിന്റെ പിതാവ് മാഞ്ചസ്റ്ററിൽ വലിയ കോട്ടൺ മിൽ ഉണ്ടായിരുന്ന ക്യാപിറ്റലിസ്റ്റ് ആയിരുന്നു. ആ മുതലാളിത്തത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യം ഒരുപാട് തന്റെ മകനായ ഏംഗൽസിന്റെ കയ്യിലുണ്ടായിരുന്നു. ഏംഗൽസ് ആണ് മരണം വരെയും മാർക്സിന്റെ കുടുംബത്തിന്റെ ചെലവുകൾ നോക്കിയത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും ദാസ് ക്യാപിറ്റലും ഒക്കെ എഴുതാനും അതിനുവേണ്ടിയുള്ള റിസർച്ചുകൾ നടത്താനും അത് പ്രസിദ്ധീകരിക്കാനും അത് ലോകത്ത് പ്രചരിപ്പിക്കാനും ഈ ജോലിയിൽ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ മാർക്സ് മുഴുകിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ സ്വന്തം കുടുംബത്തെ പോലെ കണ്ട് സംരക്ഷിക്കാനും ചെലവിന് കൊടുക്കാനും ഏംഗൽസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തില്ലായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും പിറക്കുമായിരുന്നില്ല, ദാസ് ക്യാപിറ്റലും പിറക്കുമായിരുന്നില്ല. പിന്നെ ആ ആശയം എല്ലാ നാടുകളിലേക്കും വന്നു. ആ ആശയത്തിലൂടെ അടിച്ചമർത്തപ്പെട്ട ഇന്നത്തെ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത ചൂഷണങ്ങളിലൂടെ കടന്നുപോയിരുന്ന തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ധൈര്യമുള്ളവരായി മാറുകയും ആ അവകാശങ്ങൾ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും അവർ നേടിയെടുക്കുകയും ചെയ്തു. ഈ തരത്തിൽ ഒരു വിപ്ലവം നടക്കാൻ, ഈ തരത്തിൽ ഒരു തീ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ കാരണമായത് 1840 ജർമ്മനിയിൽ വെച്ച് കണ്ടുമുട്ടി അന്ന് മുതൽ നമ്മൾ ഉറ്റ സുഹൃത്തുക്കളാകുമെന്ന് തീരുമാനിക്കുന്ന 2 വ്യക്തികളുടെ സൗഹൃദത്തിലൂടെയാണ് പിറന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഗ്രീക്ക് മിത്തോളജികളിൽ ഒരു ഐഡിയ ഉണ്ട്. ലോകത്തെല്ലാ മനുഷ്യരും ജനിക്കുന്നത് ട്വിൻസ് ആയിട്ടാണ്. മിറർ സോൾസ്, ട്വിൻ സോൾസ് എന്ന് പറയും. അഥവാ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവന്റെ ഒരു ട്വിൻ സോള് ലോകത്തിന്റെ ഏതോ ഭാഗത്ത് ജനിക്കും. ആ മനുഷ്യൻ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഘട്ടത്തിൽ ഈ മനുഷ്യനോടൊപ്പം വന്നു ചേരും. സോൾമേറ്റ് എന്നാണ് അതിന് പറയുന്നത്. നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് അപൂർണരായിട്ടാണ് ജനിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിന് പരിപൂർണത നൽകുന്നത് ഇങ്ങനെ ഭൂമിയിൽ എവിടെയോ ജനിച്ച് പിന്നീട് നമ്മളുടെ നല്ല സുഹൃത്തുക്കളായി മാറുന്ന നല്ല സുഹൃത്തുക്കളായിരിക്കും നമ്മളുടെയൊക്കെ ജീവിതത്തിന് പരിപൂർണത നൽകുന്നത് എന്നാണ് ഗ്രീക്ക് മിത്തോളജിയുടെ വിശ്വാസം. അത് ചിലപ്പോൾ ഭാര്യയായിരിക്കും, ചിലപ്പോൾ സുഹൃത്തായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും, ചിലപ്പോൾ പിതാവായിരിക്കും. ഇസ്ലാമിക വിശ്വാസങ്ങൾ നോക്കിയാൽ, ഇസ്ലാമിക അധ്യാപനങ്ങൾ നോക്കിയാൽ 1000 സോൾമേറ്റുകൾ, 1000 നല്ല സുഹൃത്തുക്കൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന് നമ്മളുടെ ജീവിതത്തെ സമ്പൂർണവും പരിപൂർണവും അച്ചടക്കവും ഉള്ളതാക്കി തീർക്കും. മഹാഭാഗ്യവാന്മാരായ മനുഷ്യർക്ക് ചിലപ്പോ സ്വന്തം ഭാര്യ തന്നെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തായി മാറും. നമ്മളുടെ നാട്ടിലാണ് ഈ ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗം തന്നെയുള്ളത്. ഭരിക്കാൻ ഒരു ഭർത്താവും ഭരിക്കപ്പെടാൻ ഒരു ഭാര്യയും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെയെല്ലാം ദാമ്പത്തിക ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സുഹൃത്ത് എന്നാണ്. ദാമ്പത്യ ബന്ധം പോലും ഏറ്റവും കെട്ടുറപ്പുള്ളതാകണമെങ്കിൽ ആ ദാമ്പത്യ ബന്ധത്തിലും സൗഹൃദം വരണം. ലോകത്തെ ഏറ്റവും ബ്രൂട്ടലായ പാട്രിയാർക്കിയുടെ അനന്തരാവകാശികളായി ജീവിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. നമ്മളുടെ വൈവാഹിക ബന്ധം പോലും സൗഹൃദ അടിസ്ഥാനത്തിലുള്ളതായി തീർന്നാൽ, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് അനുവാദം ചോദിക്കുന്നത്. ആയിഷ, എനിക്ക് നിസ്കരിക്കാൻ പോകണം,
നമ്മൾ കൂട്ടുകാരോട് ചോദിക്കുന്നത് പോലെ ഞാനൊന്ന് പോട്ടെ, നീ പോസ്റ്റ് ആകുമോ എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം അള്ളാഹുവിന്റെ റസൂൽ നമസ്കരിക്കാൻ പോകുമ്പോൾ തന്റെ സുഹൃത്തിനെ പോലെ കണ്ട് വൈവാഹിക ബന്ധം, സൗഹൃദ ബന്ധം പോലെ നിലനിർത്തിയിരുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം കാണാം, ആയിഷ, ഞാൻ നിസ്കരിക്കാൻ പോയാൽ നീ പോസ്റ്റ് ആകുമോ? അതുകൊണ്ടാണ് വെറും 7-8 വർഷം മാത്രം ഒരുമിച്ച് ജീവിച്ച ദമ്പതികളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയും. വെറും 7-8 വർഷം സൗഹൃദം പോലെ മനോഹരമായ ദാമ്പത്യ ബന്ധം ജീവിതത്തിൽ ലഭിച്ച ഒരു പെണ്ണിന് 40 വർഷത്തിൽ കൂടുതൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മരണത്തിന് ശേഷം വിധവയായി ജീവിക്കേണ്ടി വന്നു. ആ വൈദവ്യത്തിലും വെറും 8 വർഷം ജീവിച്ച മനോഹരമായ സൗഹൃദം പോലത്തെ ദാമ്പത്യ ബന്ധത്തിന്റെ മനോഹരമായ ഓർമ്മകളിൽ സന്തുഷ്ടയായി 40 വർഷത്തിലേറെ വിധവയായി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ജീവിക്കാൻ സാധിച്ചത് ദാമ്പത്യ ബന്ധം, സൗഹൃദ ബന്ധം പോലെ കണ്ടതുകൊണ്ടാണ്. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ما ضرب رسول الله صلى الله عليه وسلم بيده امرأة قط ما شتم رسول الله صلى الله عليه وسلم نساءه كان ألين الناس. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും തങ്ങളുടെ കൈ കൊണ്ട് ദേഷ്യപ്പെട്ട് ഒരു ഭാര്യയെയും അടിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് നാവ് കൊണ്ട് തെറി പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ സോഫ്റ്റ് ആയ ഒരു മനുഷ്യനെയും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും വീട്ടിലെ ജോലി ചെയ്യണം, ഭക്ഷണം പാചകം ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ആരെയും നിർബന്ധിച്ചിട്ടില്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഈനു നിസാഅഹു വയുശാരികുഹുന്ന ഫിൽ ബൈത്ത്. നിരിതങ്ങൾ ഞങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ, ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ ഞങ്ങളെ നിർബന്ധിക്കുമായിരുന്നില്ല. ഞങ്ങളോടൊപ്പം വന്ന് സഹായിക്കുകയും ഞങ്ങളോടൊപ്പം ഒരേപോലെ തന്നെ വ്യത്യാസമില്ലാതെ ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന് 40 വർഷം 8 വർഷത്തെ ദാമ്പത്യത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകളുമായി ജീവിച്ച ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ ആ ദാമ്പത്തിക ബന്ധത്തിലെ സൗഹൃദം എന്തായിരിക്കണം? ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുശാവിറു നിസാഅഹു ഫീ കുല്ലി ഉമൂരിൻ. എല്ലാ കാര്യങ്ങളും ഭാര്യയുമായി ആലോചിച്ച് തീരുമാനം പറയാൻ ഭർത്താവും അനുസരിക്കാൻ ഭാര്യയും എന്നല്ല, തുല്യ പ്രാധാന്യത്തോടുകൂടി 2 സുഹൃത്തുക്കൾ തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കുന്നത് പോലെ സകല കാര്യങ്ങളും ആലോചിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ എന്ന ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യന്റെ ജീവിതത്തിൽ തന്റെ ഭാര്യയ്ക്ക് അറിയാത്തതായി ഒരു ചെറിയ രഹസ്യം പോലും ഇല്ലായിരുന്നു എന്ന് ഒരു ഭാര്യ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ അവരുടെ ദാമ്പത്തിക ബന്ധത്തിലെ സൗഹൃദം എന്തായിരിക്കും? ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ എന്ന് വേണ്ട. നമ്മുടെ ഫോണിന്റെ ലോക്ക് മാറ്റിയിട്ട് 10 മിനിറ്റ് ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് പോകാൻ നമ്മളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് ധൈര്യം കാണും? ഇതായിരുന്നു ദാമ്പത്തിക ബന്ധം മനോഹരമായ സൗഹൃദമാക്കി തീർത്തപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടായത്. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനത്തെ മധുരിക്കുന്ന ദാമ്പത്യത്തിന്റെ സൗഹൃദത്തിന്റെ ഓർമ്മകളിൽ വിധവയായപ്പോഴും ആ സങ്കടം അറിയാതെ ജീവിച്ചു. ഞാൻ ഈ ഭൂമിയിൽ എന്റെ സുഹൃത്തിനെ പോലെ കണ്ട എന്റെ ഭർത്താവിനോടൊപ്പം മരണാനന്തരം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന ഉറച്ച വിശ്വാസത്തിന്റെ പേരിൽ. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിന്റെ ഗതി നിശ്ചയിക്കുന്നത്, നമ്മൾ പോലും അറിയാതെ നമ്മളെ നല്ലവരും ചീത്തവരും സ്വർഗവാസികളും നരകവാസികളും ഒക്കെ ആക്കി മാറ്റുന്നത്, നമ്മളുടെ ജീവിതത്തിന്റെ വീണുപോകുന്ന ഘട്ടങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നത്, താങ്ങി പിടിക്കുന്നത് നമ്മളുടെ നല്ല സുഹൃത്തുക്കളായിരിക്കും. മഹാനായ സഹാബി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി കാണാം, റുബ്ബ അഖിൻ ലം തലിദത് ഉമ്മുഹു. നിന്റെ മാതാവ് പ്രസവിക്കാത്ത, എന്നാൽ മാതാവ് പ്രസവിച്ച സഹോദരനേക്കാൾ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ എത്ര സഹോദരങ്ങൾ നിങ്ങൾക്കുണ്ട്. അവരാണ് നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ. ആ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ, നിങ്ങളുടെ സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും. നല്ല സൗഹൃദത്തിന് വേണ്ടി ദീനിന്റെ പരിധികൾ വിടാതെ സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സമയവും അള്ളാഹുവിന്റെ അടുക്കൽ നമസ്കരിക്കുന്നത് പോലെ ആരാധന ചെയ്യുന്നതായി ഗണിക്കപ്പെടും എന്ന് മാത്രമല്ല, മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ല ആ അധ്യായം, ഞാൻ ആദ്യത്തിൽ പറഞ്ഞ അധ്യായം അവസാനിപ്പിക്കുന്നിടത്ത്, സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ചെലവഴിക്കുന്ന സമയങ്ങൾ അത് പാഴ് സമയമാണ് എന്ന് തോന്നിയാലും അല്ലാഹു തആല ആ സമയത്തെ വിചാരണയിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കും. കാരണം അല്ലാഹുവിന്റെ ദീനിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യന്റെ ഈമാനും ഇസ്ലാമും ദീനും ഒക്കെ സമ്പൂർണ്ണമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നല്ല ഗുണങ്ങളുള്ള, നല്ലത് പറയുന്ന, കെണികളിൽ ചാടിക്കാത്ത, അപകടങ്ങളിൽ ചാടിക്കാത്ത, സമ്പത്തുണ്ടാകുന്ന സമയത്ത് കൈവിട്ട് കളയാത്ത, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒഴിഞ്ഞു മാറാത്ത നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഖുർആനിൽ നബിതങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയി യുരീദൂന വജ്ഹ. അവരോടൊപ്പം സമയം ചെലവഴിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു സഹാബാക്കളോട് നബിതങ്ങളുടെ മരണത്തിന് ശേഷം ഓരോരുത്തരുടെയും ആഗ്രഹം ചോദിച്ചു. ഓരോരുത്തരും വലിയ വലിയ ആഗ്രഹങ്ങൾ പറഞ്ഞു, എനിക്ക് ഷഹീദാകണം. അവസാനം ഇവരെല്ലാവരും ചോദിച്ചു, അല്ലേ ഉമറെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഉമർ പറഞ്ഞു,
ഞാൻ പറയട്ടെ, ബിലാലിനെയും സൽമാനിനെയും പോലെ ദരിദ്രരായ ചില സഹാബാക്കൾ ഈ മദീനയിലുണ്ട്. ഇന്ന് ഈ മദീനയുടെ ഭരണാധികാരിയായ ഉമർ വലിയ സമ്പന്നനാണ്. പക്ഷെ ഉമറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ പറഞ്ഞതുപോലെ ഷഹീദാകലല്ല, അവരോടൊപ്പം ഇരിക്കലാണ്. കാരണം അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. ആ സുഹൃത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കലാണ് ഉമറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു. അള്ളാഹു താല അങ്ങനത്തെ നല്ല മനുഷ്യരെ നമുക്ക് സുഹൃത്തുക്കളായി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോടൊപ്പം നമ്മളെയും സ്വർഗത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.